കുട്ടിക്കാലത്തെ ചില ഓർമ്മകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. യാത്രയ്ക്കിടെ ഞാനൊരു ചെറിയ പുഴ കണ്ടു. അതിൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കാണാനിടയായി. ചെറിയ മീനുകൾ നിറയെ നിരന്നു നിൽക്കുന്നത് നല്ല കാഴ്ച. പെട്ടെന്ന് എൻ്റെ ഓർമ്മകൾ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. തോട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരുമൊത്ത് പഴയ തുണിക്കഷണങ്ങൾ കയ്യിൽ കരുതി ഞങ്ങളെല്ലാവരും കൂടി തോട്ടിൽ പോവും. അന്ന് നല്ല വൃത്തിയുള്ള വെള്ളം ഒഴുകുന്ന തോടാണ്. അതിൽ കുളിക്കും, തുണി നനയ്ക്കും. അക്കൂട്ടത്തിൽ ഞങ്ങൾ മീനും പിടിക്കും. 2 ആൾ ചേർന്ന് തുണിയുടെ 4 വശവും പിടിച്ച്, എന്നിട്ട് നീളവശം ചരിച്ച് പിടിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറു സ്ഥലത്തേക്ക് തുണി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം. വെള്ളത്തിൻ്റെ മുകൾ പരപ്പിൽ നിന്നും മീൻ ഓടി ഒളിക്കും. വെള്ളത്തിൻ്റെ അടിയിൽ തറ താഴ്ത്തി വീണ്ടും പരിശ്രമം. തോർത്തിൻ്റെ 4 വശത്തും ഒരു വശത്ത് 2 പേര് പിടിക്കും. ഒരു കൈ ഉയർത്തി ഒരു കൈ താഴ്ത്തി, അങ്ങനെ വീണ്ടും കോരും. ഇങ്ങനെ ഇപ്പോൾ ഈ കോരി മിക്കവാറും വെള്ളം കലങ്ങിയിട്ടുണ്ടാവും. എന്നാലും പരിശ്രമം ഉപേക്ഷിക്കില്ല, വീണ്ടും കോരും. എന്തൊരു സന്തോഷമായിരിക്കുന്നു പിടയ്ക്കുന്ന മീനിനെ കാണാൻ. കാരി, വരാൽ കുഞ്ഞ്, പരൽ മീൻ, മാനത്ത് കണ്ണി എന്നിങ്ങനെ പലതരം മീനുകൾ ഞങ്ങളുടെ വലയിൽ കയറും. ചിലപ്പോൾ കൊഞ്ചും കാണും. കൊച്ചു വെള്ള കൊഞ്ച്, പുഴയിലെ കൊഞ്ചും കാണും. കയ്യിൽ കരുതിയ കുടുവൻ പാത്രത്തിൽ വെള്ളമൊഴിച്ച് മീൻ അതിൽ സൂക്ഷിക്കും. ഏറെ നേരം മീനുകളെ നോക്കിയിരിക്കും. അവ ചലിക്കുന്നതും ഓടുന്നതും വളരെ രസകരമായിട്ടിരിക്കും. ഇതിനിടയ്ക്ക് മത്സരവും കശപിശയും ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മീനാണ്, നിൻ്റെ മീനാണെന്നൊക്കെ പറഞ്ഞ് പിണങ്ങുകയും ചെയ്യും. ചിലപ്പോൾ പിണങ്ങി തട്ടിമറിക്കും. വീണ്ടും ഞങ്ങൾ ഒന്നാകും, വീണ്ടും പോയി മീൻ പിടിക്കും. ഇനി കടൽ മീൻ വീട്ടിൽ കറിക്ക് കിട്ടാതായാലോ? അല്ലെങ്കിൽ ഇന്ന് കടൽ മീൻ വാങ്ങാൻ കയ്യിൽ കാശില്ലെങ്കിലോ? തോർത്തുമെടുത്ത് നേരെ വയലിലേക്ക് വെച്ച് പിടിക്കും. നെന്മണികൾ 100 വെച്ച് വരുന്ന പാകത്തിൽ വയലിൽ ധാരാളം മീനുണ്ടാകും. അതൊരു നാട്ടറിവാണ്. വയലിൽ വെള്ളം തുറന്നുവിടുന്ന മടവകളുണ്ട് അവിടെ. 4 കമ്പ് ഉപയോഗിച്ച് ഈ മടവായിൽ തോർത്ത് സഞ്ചി പോലെ വളച്ച് ഉറപ്പിക്കും. എന്നിട്ട് വെള്ളത്തിൻ്റെ സഞ്ചാരപാത കറക്റ്റാക്കി കൊടുക്കും. അല്പം കഴിയുമ്പോൾ അതാ നമ്മുടെ തുണിസഞ്ചി നിറയെ കുഞ്ഞുമീൻ. ഒരു തോരന് കുശാൽ. ഇത് എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ചിലത് മാത്രം. മറ്റൊരനുഭവമായി വീണ്ടും കാണാം. ബൈ.